ശ്രീ വി ഗോപാലകൃഷ്ണനിലേക്ക് പോവാണ്. സർ നമസ്തേ, ഗുഡ് ഈവനിങ് ആൻഡ് സ്വാഗതം. ഈ അന്വേഷണത്തിൻ്റെ ഇതുവരെയുള്ള പുരോഗതി അങ്ങ് കണ്ടു കാണും. അങ്ങേക്ക് തീരെ ഞെട്ടലുണ്ടാവില്ല, കാര്യം അങ്ങ് ഇതിലധികം കണ്ട ഒരാളാണ്. എങ്കിലും ഇതുവരെ രംഗത്ത് വന്നതുകൊണ്ട് കഴിയുന്നു ഈ പോറ്റിയും ഏതാനും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുമോ, അല്ലെങ്കിൽ ഒതുങ്ങുമെന്ന് വിശ്വസിക്കാൻ തരമുണ്ടോ? വന്ദേ മാതരം. ഇത് ഈ അന്വേഷണ പുരോഗതി നമുക്കറിയാവുന്ന ഓർത്തയില്ല. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് മാത്രമേ അത് അറിയാവൂ. എന്നിരുന്നാലും എനിക്ക് ഒരു 37 വർഷം പോലീസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യയിലെ പ്രീമിയർ ആൻറ്റി കറപ്ഷൻ ഏജൻസീസിലെല്ലാം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് പറയാം, ഈ ഉദ്യോഗസ്ഥന്മാരിൽ പോലും എത്തുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം നമ്മൾ ഈ ടി വിയിൽ മീഡിയ എന്ന് വെച്ചാൽ മീഡിയയ്ക്ക് കൊടുക്കുന്നതാണ് അവർ ഇടുന്നത്, മറ്റേ ഇത് ചെയ്യുന്നത്, സ്ക്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പോലീസ് പറയുന്നത് കുറ്റം സമ്മതിച്ചു പോറ്റി, അല്ലെങ്കിൽ വേറൊരാൾ മിസ്റ്റർ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുറ്റം സമ്മതിച്ചു, അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ നമുക്കൊരു ന്യൂസ് വാല്യൂ ഉണ്ടെന്നുള്ളൂ. ഇതൊക്കെ എല്ലാം കോടതിയിൽ വരും. ഇപ്പം ഈ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ എന്നെക്കാളും നല്ല അറിവുള്ള ആളാണ് സുഭാഷ് ബാബു സാർ, എൻ്റെ സീനിയർ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഇത് നന്നായിട്ടറിയാം. ഈ കോടതിയിൽ വരുന്ന തെളിവ് എങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യുന്നു, അതാണ് ഏറ്റവും പ്രധാനം. കാര്യം എൻ്റെ മുമ്പിലുള്ളത് ഇപ്പം നമ്മുടെ ആദികേശവ ക്ഷേത്രത്തിൽ, തിരുവട്ടാർ ക്ഷേത്രത്തിൽ 15 കിലോ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് 33 വർഷത്തിന് ശേഷം, അതായത് മനഃപൂർവ്വമാണ് 33 വർഷത്തിന് ശേഷം കൊണ്ടുവന്നത്. ഇനി ആരും ഇല്ലല്ലോ, ഇതൊക്കെ അറിയാവുന്നവരും എല്ലാം ചത്തുപോകും. 33 വർഷത്തിന് ശേഷം എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. 1 ഗ്രാം സ്വർണം പോലും ഒന്നും ചെയ്തില്ല. അഥവാ വല്ല റിക്കവറി ഉണ്ടെങ്കിൽ പോലും അത് ജഡ്ജി തിരിച്ചു കൊടുക്കും. കാര്യം അത് പ്രോപ്പർ എവിഡൻസ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വർണം റിക്കവർ ചെയ്യുന്നതെല്ലാം വലിയൊരു ടോൾ ഓർഡറാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക്. അപ്പോൾ അഗ്രസീവ്ലി ഓണസ്റ്റായിട്ടുള്ള, അഗ്രസീവ്ലി അപ്രൈറ്റ്നെസ് ഉള്ള ഓഫീസേഴ്സ് വന്നാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് ഈ ശശിധരനും വെങ്കടേഷ് സാറിനും ഇതെല്ലാം ഉണ്ട്. പക്ഷേ ചില സെറ്റപ്പിന് കീഴിലാണ് അവർ ജോലി ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ, ഇപ്പോൾ പ്രദീപ് ചൂണ്ടിക്കാണിച്ച പോലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷിക്കുന്നത്. ശരി, സമ്മതിച്ചു. പക്ഷേ ഹൈക്കോടതിയിലെ ജഡ്ജ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എവിഡൻസ് കളക്ട് ചെയ്യുമ്പോഴും ഒന്നും കൂടെ ഇല്ലല്ലോ. അവർക്കത് വരാൻ പറ്റില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, കോമൺ ലോ പ്രകാരം ജഡ്ജ് ന്യൂട്രലാണ്. ജഡ്ജിക്ക് കൂടെ വടിയായിട്ട് നിൽക്കാൻ പറ്റില്ല. അവിടെ പോലീസിൻ്റെ പ്രെറോഗേറ്റീവാണ് ഇൻവെസ്റ്റിഗേഷൻ. അവിടെ പോലീസ് ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ, പോലീസിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ആ വിളി വരില്ല. ഒരു മൊട്ട ചാർജ് എഴുതി കൊടുക്കും. നേരം വണ്ണം ഒരു സംഗതിയും വിളി വരില്ല. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് CBIക്ക് പോകുന്നതായിരിക്കും ഉത്തമമെന്ന് തോന്നുന്നു. റൈറ്റ്.